പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ അത്യാവശ്യം അതായത് നമ്മൾക്ക് വണ്ടികൾക്കൊക്കെ ഇപ്പോൾ ചില പണികളൊക്കെ കിട്ടും. അതിനുവേണ്ടി നമ്മൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയതെന്ന് സപ്പോസ് നമ്മൾക്ക് പണി ഇല്ലെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മൾ വഴിയിലൊക്കെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് പണി അറിയായിരിക്കും, പക്ഷേ നമ്മൾക്ക് അന്നേരം ടൂൾസുകൾ കയ്യിലുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അത്യാവശ്യം വാങ്ങി വെക്കേണ്ട ടൂൾസുകളും അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുവിധപ്പെട്ട പണികളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടൂൾസുകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു സ്പാനർ സെറ്റാണ്. സ്പാനർ സെറ്റ് എന്ന് പറയുമ്പം ഒരു 8mm ആയിരിക്കും ഏറ്റവും ചെറുത്. 8ൻ്റെ സ്പാനർ തൊട്ടിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടത് മാക്സിമം വലിപ്പം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പുറകിലത്തെ വീൽസ് ഊരിൻ്റെ നട്ടും ബോൾട്ടിൻ്റെയും സൈസായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ 19 അപ്പോൾ നിങ്ങളുടെ 21, 22 അങ്ങനെ ഏത് സൈസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ വണ്ടികളുടെ ഒരു 150 താഴെയാക്കുകയാണെങ്കിൽ 19 ആയിരിക്കും സൈസ് വരുന്നത്. ആ തരത്തിലുള്ള ഒരു കിറ്റ് വാങ്ങിക്കൊള്ളുക. ഒരു സെറ്റായിട്ട് വാങ്ങിക്കുക. ഓരോന്നോരോന്ന് വാങ്ങിക്കുമ്പോൾ വില കൂടുതലായിരിക്കും. ഇത് മൊത്തത്തിലൊരു പാക്കായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ, ഒരു സെറ്റായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ 300 രൂപ താഴെ മാത്രമേ ആകത്തുള്ളൂ. വാങ്ങിക്കുമ്പം ഒരുവിധം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. തീരെ ലോക്കൽ ടൂൾസുകൾ വാങ്ങിക്കാതിരിക്കുക. ഈ ബ്രാൻഡ് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, വില കുറവുമുണ്ട്. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ റിംഗ് സ്പാനർ മാത്രമായിട്ട് വാങ്ങിക്കാതിരിക്കുക, ഓപ്പൺ സ്പാനർ മാത്രമായിട്ട് വാങ്ങിക്കാതിരിക്കുക. ഈ രീതിയിലുള്ള കോമ്പിനേഷൻ, അതായത് ഒരെണ്ടിൽ റിങ്ങും ഒരെണ്ടിൽ ഓപ്പണുമായിട്ടുള്ള സ്പാനർ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന് ചിലപ്പോൾ ഒരു 50 രൂപ 60 രൂപ കൂടുതലേ കാണത്തുള്ളൂ മൊത്തത്തിൽ പൈസ നോക്കുമ്പോൾ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരെണ്ണം വാങ്ങി വെച്ചുകൊള്ളുക. വണ്ടിയുടെ പണികൾക്കും അത്യാവശ്യം ഒരു വീട്ടിലുള്ള പ്ലംബിങ് അല്ലെങ്കിൽ ഒരു സീലിംഗ് ഫാനൊക്കെ അഴിക്കണമെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഇനി നമ്മൾക്ക് വേണ്ടത് വണ്ടിയുടെ ടൂൾ കിറ്റ്. വണ്ടിയുടെ ടൂൾ കിറ്റിലുള്ള എല്ലാ സാധനങ്ങളും അതിൽ തന്നെ വെച്ചിരിക്കണം. പ്ലഗ് അടിക്കാനുള്ള സാധനങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ സ്ക്രൂ ഡ്രൈവർ സെറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാകും. അതിൻ്റെ കൂടി ഒരു നൈഫും ഉണ്ടാകും. നമ്മൾക്കൊരു ചെറിയൊരു നൈഫും കയ്യിൽ വയ്ക്കണം. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ടീ സ്പാനറാണ്. ഇത് 8ൻ്റെ ടീ സ്പാനറാണ്. നമ്മുടെ സ്പാനറുണ്ട്, മറ്റുള്ള എന്ത് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു 8mm ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് പ്രത്യേകിച്ച് സ്പ്രോക്കറ്റിൻ്റെ കവറുകൾ, മറ്റുള്ള നിങ്ങൾ എവിടെ ആണെങ്കിലും എൻജിൻ കവേഴ്സിന് എവിടെയൊക്കെയാണ് നോക്കുകയാണെങ്കിലും എല്ലാം ചെറിയ നട്ടും ബോൾട്ടൊക്കെ 8ആയിരിക്കും. അത് സ്പാനർ കൊണ്ട് അഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടീ സ്പാനർ, ഇതിന് 100 രൂപ മാത്രമേ ഉള്ളൂ. ടീ സ്പാനർ ഒരെണ്ണം വാങ്ങിച്ചോളുക. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ്, ഇത് വേണമെങ്കിൽ മതി. നമ്മുടെ ടൂൾ കിറ്റിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇനി വേണ്ടത് ഒരു റിഞ്ചസ് ആണ്. റിഞ്ചസ് ഈ രീതിയിൽ ഒരെണ്ണം വാങ്ങിച്ചോളുക. ഇതിനും ചെറിയ വിലയാകത്തുള്ളൂ. ഇതുപയോഗിച്ച് നമ്മളുടെ വണ്ടിയുടെ കോൺസെറ്റിൻ്റെ ഹെഡ് അഴിച്ചെടുക്കാനുള്ളത്. അത് നമ്മുടെ സ്പാനർ കൊണ്ടൊന്നും പറ്റത്തില്ല. സ്പാനർ പറ്റും, അതിന് നല്ല വലിയ സൈസുള്ളത് വേണം. അപ്പം ഈ രീതിയിൽ അഡ്ജസ്റ്റബിളൊക്കെ ആണെങ്കിൽ ഒരെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും നമ്മൾക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു നല്ല ടൂൾസും കൂടിയാണ്. സേഫ്റ്റിക്കൊക്കെ കൈവയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു ടൂൾസും കൂടിയാണ്. ഇതുപയോഗിച്ച് വണ്ടിയുടെ ആക്സിൽ നട്ട് ബോൾട്ടൊന്നും ഊരരുത്. വീൽസിൻ്റെ നമ്മൾക്ക് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കോൺസെറ്റിൻ്റെ കപ്പിളക്കാനാണ്. പിന്നെ നമ്മൾക്കൊരു കട്ടിംഗ് പ്ലെയർ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചോളാം. അത്യാവശ്യം എന്ന രീതിയിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഒരു അലൈൻ കീ സെറ്റ്, ഇതിന് 100 രൂപ മാത്രമേ ഉള്ളൂ. 110 രൂപ MRP നിങ്ങൾക്ക് കടകളിൽ ചെറിയ വിലകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അലൈൻ കീയുടെ ആവശ്യമുള്ള വണ്ടികളാണെങ്കിൽ ഒരു സെറ്റ് അലൈൻ കീ വാങ്ങിച്ച് വെച്ചോളുക. ഇതൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോൾ ഇത് തപാരിയാണ്, നല്ല ഒരുവിധപ്പെട്ട നല്ല കമ്പനിയൊക്കെ നോക്കി വാങ്ങിച്ചോളുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു പഞ്ചർ കിറ്റാണ്. പഞ്ചർ കിറ്റ് ട്യൂബ്ലെസ് ടയറാണെങ്കിൽ ഒരു പഞ്ചർ കിറ്റ് വാങ്ങിച്ച് വെച്ചോളൂ. 250 രൂപ താഴെ നമ്മൾക്ക് പഞ്ചർ കിറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ ഇനി നമുക്ക് വേണ്ടത് ഒരു എയർ പമ്പ്. ഇത് വലിയ എയർ പമ്പായിരുന്നു. 200 രൂപ താഴെ 150 രൂപയ്ക്ക് എയർ പമ്പ് കിട്ടും. എയർ പമ്പ് കട്ട് ചെയ്ത് കൊണ്ടു നടക്കത്തക്ക രീതിയിൽ ചെറിയ ഒരു എയർ പമ്പ് ആക്കിയെടുത്തതാണിത്. അപ്പം ഇത് നമ്മൾക്ക് നല്ല ദീർഘദൂര യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലഗേജിൽ കൊണ്ടു നടക്കാൻ പറ്റും. അവസാനമായിട്ട് ഈ രീതിയിലുള്ള ചെറിയൊരു നൈഫും കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും.